ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് ഈസി ആയിട്ട് നല്ല ടേസ്റ്റോടു കൂടി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന 3 ഫ്ലേവറിലുള്ള ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാട്ടോ കാണിക്കുന്നത്. ഈ ഒരു പുഡിങ് ഞാൻ ഈദിന് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ വ്ളോഗ് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കട്ടോ. അപ്പോൾ ഈ ഒരു പുഡിങ് നമ്മൾ ഒരു പ്രാവശ്യം ഉണ്ടാക്കിയാൽ എന്തായാലും വീണ്ടും ഉണ്ടാക്കി കഴിക്കും, കാരണം അത്ര നല്ല ടേസ്റ്റാണ് ഈ ഒരു പുഡിങ്. അപ്പോൾ നമുക്ക് ഈ ഒരു ടേസ്റ്റി ആയിട്ടുള്ള BBC പുഡിങ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ആദ്യം ഫസ്റ്റ് ലെയറിന് വേണ്ട പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് ഞാൻ 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ പഞ്ചസാര ഇട്ട് കൊടുക്കുന്ന സമയത്ത് നമ്മളിതുപോലെ നന്നായിട്ടൊന്ന് പരത്തിയിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ പെട്ടെന്ന് കാരമലൈസ് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ കാരമലൈസ് ചെയ്തെടുക്കുന്ന സമയത്ത് നമ്മൾ ഫ്ലെയിം എപ്പോഴും ലോയിലായിരിക്കണം, കാരണം ഇത് കരിഞ്ഞു പോയാൽ ഈ ഒരു പുഡിങ്ങിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോകും കേട്ടോ. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമുക്ക് ഈ ഒരു പഞ്ചസാര നന്നായിട്ടൊന്ന് കാരമലൈസ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് കളർ ചേഞ്ചായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ബട്ടർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ബട്ടർ ഞാൻ എടുത്തിട്ടുള്ളത് അൺസാൾട്ടഡ് ബട്ടറാണ്. ഒരു 50 ഗ്രാം ബട്ടറാണ് കേട്ടോ ഇതിലേക്ക് ആവശ്യമുള്ളത്. അപ്പോൾ ബട്ടർ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മെൽറ്റാക്കി എടുക്കുക. ഈ ഒരു സമയത്തൊക്കെ നമ്മൾ ഫ്ലെയിം ലോയിൽ തന്നെ വെച്ചിട്ട് വേണം കേട്ടോ ചെയ്തെടുക്കാൻ. അപ്പോൾ ബട്ടറൊക്കെ നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഡയറി വിപ്പിംഗ് ക്രീമാണ്. ഒരു 3/4 കപ്പ് വിപ്പിംഗ് ക്രീമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളെ കയ്യിൽ ഉള്ളത് നോൺ ഡയറി വിപ്പിംഗ് ക്രീം ആണെങ്കിൽ അതായാലും കുഴപ്പമില്ല. ഇനി വിപ്പിംഗ് ക്രീം ഇല്ലാന്നുണ്ടെങ്കിൽ ഫ്രഷ് ക്രീം ആയാലും മതി. ഏതാണെങ്കിലും 3/4 കപ്പാണ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഈ ഒരു പഞ്ചസാര കാരമലൈസ് ആയതൊക്കെ ഒന്ന് കട്ട പിടിച്ച പോലെ ഉണ്ടാവും. അത് ഈ ഒരു വിപ്പിംഗ് ക്രീമൊക്കെ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് അതൊക്കെ നന്നായിട്ട് മെൽറ്റ് ആയിക്കോളും. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഇതൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇപ്പോൾ വിപ്പിംഗ് ക്രീമൊക്കെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബട്ടർ സ്കോച്ച് സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് ഫസ്റ്റ് ലെയർ സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ബ്രെഡാണ്. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് മിൽക്ക് ബ്രെഡാണ് കേട്ടോ. അപ്പോൾ ഏത് ബ്രെഡായാലും കുഴപ്പമില്ല. അപ്പോൾ ഈ ഒരു ബ്രെഡിൻ്റെ 4 സൈഡും ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കുകയാണ്. ഇനി ഈ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബ്രെഡ് നമുക്ക് ഈ ഒരു ബട്ടർ സ്കോച്ച് സോസിലിട്ടിട്ട് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം. ഈ ഒരു സോസ് ഈ ഒരു ബ്രെഡിൻ്റെ എല്ലാ ഭാഗത്തും വരുന്ന രീതിയിൽ തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ പുഡിങ് സെറ്റ് ചെയ്തെടുക്കുന്ന ട്രേയിൽ നമുക്ക് ഈ ഓരോ ബ്രെഡ് സ്ലൈസും വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് 6 ബ്രെഡ് സ്ലൈസാണ്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന ട്രേൻ്റെ വലിപ്പത്തിനനുസരിച്ച് ബ്രെഡൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാ ബ്രെഡ് സ്ലൈസും നമുക്കിതുപോലെ തന്നെ ബട്ടർ സ്കോച്ച് സോസിൽ മുക്കിയിട്ട് ഈ ഒരു ട്രേയിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ എല്ലാ ബ്രെഡ് സ്ലൈസും വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് സോസ് ബാക്കി വന്നിട്ടുണ്ട് കേട്ടോ. ഒരു 2 ബ്രെഡ് സ്ലൈസും കൂടെ വെച്ച് കൊടുക്കാനുള്ള സോസ് ബാക്കിയുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഈ ഒരു ബ്രെഡിൻ്റെ മുകളിലായിട്ട് ഒഴിച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് എല്ലാ ഭാഗത്തേക്കായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ലെയർ ഇവിടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമുക്ക് സെക്കൻഡ് ലെയർ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു സോസ് പാനിലേക്ക് ഒരു 1/2 കപ്പ് കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ മധുരത്തിന് ആവശ്യമായിട്ട് ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു മെഷർമെൻറ്റ് കറക്റ്റ് ആവണം കേട്ടോ. പിന്നെ നമുക്കിതിലേക്ക് കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഒരു മെഷർമെൻറ്റ് കറക്റ്റായാൽ മാത്രമേ ഉള്ളൂ കേട്ടോ ഈ ഒരു ചോക്ലേറ്റ് സോസ് കറക്റ്റ് തിക്നെസ്സിൽ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇതിലേക്ക് 250 ml കപ്പിന് 1 കപ്പ് പാലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ പാൽ ഒഴിച്ചു കൊടുത്ത ശേഷം ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു കോൺഫ്ലവറും കൊക്കോ പൗഡറും കട്ടയില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റൗവിലേക്ക് മാറ്റാം. എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് കുക്ക് ചെയ്തെടുക്കാൻ. ഈ ഒരു സോസ് നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്താൽ മാത്രമേ ഉള്ളൂ ഈ ഒരു കോൺഫ്ലവറിൻ്റെ ഒക്കെ ഒരു പച്ച ടേസ്റ്റ് മാറി കിട്ടുള്ളൂ. ഇപ്പോൾ ഇത് ചെറുതായിട്ട് തിക്കായി വരാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് ബട്ടർ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ അൺസാൾട്ടഡ് ബട്ടറാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ബട്ടറൊക്കെ നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് സോസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. പിന്നെ നമുക്കിതിലേക്ക് വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1 ടീസ്പൂൺ വാനില എസൻസ് ആട്ടോ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു ചോക്ലേറ്റ് സോസ് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ബ്രെഡിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ചൂടോട് കൂടി തന്നെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു ബ്രെഡിൻ്റെ എല്ലാ ഭാഗത്തും വരുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ലെയർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുകയാണ്. അപ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് വേണ്ട തേർഡ് ലെയർ ഒന്ന് റെഡിയാക്കി എടുക്കാം.
അപ്പോൾ ഒരു ബൗളിലേക്ക് വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് ഡയറി വിപ്പിംഗ് ക്രീമാണ് കേട്ടോ. അപ്പോൾ 1.5 കപ്പ് ഡയറി വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ വിപ്പിംഗ് ക്രീം നമ്മൾ ബീറ്റ് ചെയ്യാൻ എടുക്കുന്ന ബൗളിൽ വെള്ളത്തിൻ്റെ അംശം ഉണ്ടാകാൻ പാടില്ല. വെള്ളത്തിൻ്റെ അംശം ഉണ്ടായാൽ ഇത് നമുക്ക് നന്നായിട്ട് ബീറ്റായി കിട്ടൂല കേട്ടോ. പിന്നെ അതുപോലെ ഒരു ബൗൾ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ വിപ്പിംഗ് ക്രീം അത്യാവശ്യം ഒന്ന് തിക്കായി വരുന്ന സമയത്ത് ഞാനിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു വീഡിയോ മിസ്സായതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ അതുപോലെ ഒരു 1/2 ടീസ്പൂണ് വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ വിപ്പിംഗ് ക്രീം ഇവിടെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വിപ്പിംഗ് ക്രീം ചോക്ലേറ്റ് സോസിൻ്റെ മുകളിലായിട്ട് ഒന്ന് ലെവൽ ചെയ്തെടുക്കാം. അപ്പോൾ ചോക്ലേറ്റ് സോസ് നന്നായിട്ട് തണുത്തിട്ടുണ്ടാവണം കേട്ടോ. എന്നിട്ട് വേണം നമ്മൾ ഈ ഒരു വിപ്പിംഗ് ക്രീം ഇതിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ നമ്മൾ ഈ ഒരു വിപ്പിംഗ് ക്രീം സ്പ്രെഡ് ചെയ്തെടുക്കുന്ന സമയത്ത് ഈ ഒരു ചോക്ലേറ്റ് സോസിന് ചൂടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു വിപ്പിംഗ് ക്രീം വേഗത്തിൽ മെൽറ്റായി പോകും കേട്ടോ. അപ്പോൾ നമ്മളൊരു വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കുന്ന സമയത്ത് ഈ ഒരു പുഡിങ് ഞാൻ ഫ്രിഡ്ജിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. ഒരു 10 മിനിറ്റോളം ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷമാണ് വിപ്പിംഗ് ക്രീം ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ വിപ്പിംഗ് ക്രീം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് സ്പ്രെഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊരു 1 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കണം. 1 മണിക്കൂർ മുതൽ 2 മണിക്കൂർ വരെ ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ. നന്നായിട്ട് തണുത്താലേ ഒരു പുഡിങ് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അതിന് ശേഷം നമുക്കിത് ഇഷ്ടമുള്ള രീതിയിൽ ഗാർണിഷ് ചെയ്തെടുക്കാം. ഞാൻ കുറച്ച് ബിസ്ക്കറ്റ് പൊടിച്ചതും ബദാം ഫ്ലേക്സും ഇട്ടിട്ടാട്ടോ ഗാർണിഷ് ചെയ്തെടുത്തിട്ടുള്ളത്. കോഫി ബിസ്ക്കറ്റ് പൊടിച്ചിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് ഗാർണിഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു പുഡിങ് നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുഡിങ്ങാണ്. നിങ്ങൾ ഉണ്ടാക്കിയാൽ എന്തായാലും വീണ്ടും ഉണ്ടാക്കി കഴിക്കും. അത്ര ടേസ്റ്റാണ് ഈ ഒരു പുഡിങ്ങിന്. അപ്പോൾ നിങ്ങളിത് ഉണ്ടാക്കി നോക്കുന്ന സമയത്ത് എന്തായാലും ഇതിൻ്റെ ഫീഡ്ബാക്ക്സ് കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്